Hi everyone, welcome back to our channel Sugar Biss. Thumbnail കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നത്തെ നമ്മുടെ ഒരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. ഒറിഗാമി വെഡിങ് കേക്ക്. ഇപ്പോഴത്തെ വെഡിങ്സിനൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ട്രെൻഡിങ് കേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2 ടയറിലും 2 ടൈപ്പ് കേക്കാണ് ചെയ്തെടുക്കണേ. താഴെ ടെൻഡർ കോക്കനട്ടും മേലത്തെ ടയറിൽ ചോക്കോ ഓറഞ്ച് ഫ്ലേവറും കൊടുത്തു. ടെൻഡർ കോക്കനട്ടിന് വേണ്ടിയിട്ട് വാനില സ്പഞ്ച് 6 ഇഞ്ചിൻ്റെ പാനിൽ 1 kg ബാറ്റർ ഒഴിക്കുക. എന്ന് വെച്ചാൽ 6 ഇഞ്ചിൻ്റെ 2 പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 kg ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കുക. 1 kg ഒന്നിച്ച് ബേക്ക് ചെയ്തെടുക്കണേലും ഹൈറ്റ് കിട്ടും. 1/2 kg ആക്കിയിട്ട് 2 പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്താൽ. ഇനി ചോക്കോ ഓറഞ്ചിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സ്പഞ്ചും 4 ഇഞ്ചിൻ്റെ 2 പാനിൽ 1 kg ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്ത് എടുത്തു. എന്നിട്ട് 3 ഇഞ്ചിൻ്റെ റൗണ്ട് കട്ടർ വെച്ച് കട്ട് ചെയ്ത് അതും 4 ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ വാട്ടർ എല്ലാം ഒഴിച്ചു കൊടുക്കണേ. കരിക്കിൻ്റെ വെള്ളമാണ്. നല്ല മധുരമുള്ള കരിക്കിൻ്റെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 വലിയ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കരിക്കും വെള്ളത്തിന് മധുരം ഇല്ലെങ്കിൽ 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. കരിക്കിൻ്റെ വെള്ളം സിറപ്പാക്കി യൂസ് ചെയ്താൽ ആ വൈറ്റ് സ്പഞ്ചിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം, നമ്മൾ കേക്ക് കവർ ചെയ്യാൻ ഏത് വിപ്പിംഗ് ക്രീമാണോ എടുക്കണേ അത് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിറപ്പ് നല്ല ക്രീമി ആയിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്ത് നമ്മൾ ഏത് ബോട്ടിലാണോ സോക്ക് ചെയ്യണേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ക്രീം മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിലത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്രീം മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം ഫില്ലിങ്, ഇപ്പോൾ 4 ലെയർ ഞാൻ കൊടുക്കണ്ടല്ലോ, അപ്പോൾ 4 ലെയറിന് ആവശ്യമുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് കുറച്ചും കൂട്ടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഫില്ലിങ്ങിൽ ഒന്നില്ലെങ്കിൽ കുറച്ച് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഫില്ലിങ് എപ്പോഴും കുറച്ച് നല്ല മധുരം വേണം. ഇനി ഒരു വലിയ കരിക്ക് ഞാൻ എടുത്തു ഇതിന് വേണ്ടിയിട്ട്. ആ കരിക്കിൻ്റെ പകുതി നമ്മൾ പേസ്റ്റാക്കി എടുക്കണം, അരച്ച് പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് അത് ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പഞ്ചിൽ കരിക്കിൻ്റെ വെള്ളവും ഫില്ലിങ്ങിൽ കരിക്കിൻ്റെ പേസ്റ്റും മിൽക്ക് മെയ്ഡും ഒക്കെ വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. സ്പഞ്ചിൽ കരിക്കും വെള്ളം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ടെൻഡർ കോക്കനട്ട് ഉണ്ടാക്കുമ്പോൾ. ബാക്കി വന്ന പകുതി കരിക്ക് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ഒരു വൈറ്റ് ബോർഡ് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് ലെയർ ഇതുപോലെ വെച്ച് കൊടുത്താൽ കേക്ക് എവിടേക്ക് മൂവ് ആവില്ല, ആ ബോർഡിൽ കറക്റ്റ് സ്റ്റിക്കായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പ് എല്ലായിടും ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കരിക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത കരിക്കിൻ്റെ പീസസ് ഇട്ട് 1/2 സ്പൂൺ മിൽക്ക് മെയ്ഡും ഇതുപോലെ എല്ലായിടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും കേക്ക് വെച്ച് വെറ്റ് ചെയ്ത് ക്രീമിട്ട് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്ത് പോകുമ്പോൾ സൈഡും ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ അതും ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടെ. ഇത് വീണ്ടും ഇതുപോലെ തന്നെ പ്രോസസ്സ് കരിക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മിൽക്ക് മെയ്ഡ് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. സ്പഞ്ച് അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. മേലത്തെ ലെവൽ ചെയ്യുമ്പോൾ തന്നെ സൈഡും കൂടി ലെവൽ ചെയ്ത് പോവുക. എന്നിട്ട് ലാസ്റ്റത്തെ ഫില്ലിങ്ങും കൊടുത്ത് നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് മേലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. സെയിം ക്രീം വെച്ചിട്ടാണ് ഞാൻ മൊത്തം കവർ ചെയ്യുന്നത്.
അത് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാം. ഇനി ചോക്കോ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് കൊടുക്കാൻ കുറച്ച് ഗനാഷ് ആവശ്യമാണ്. ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് ഒന്നില്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കുക ഒരു 30 സെക്കൻഡ്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റവിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിൻ്റെ മേലെയോ വെച്ച് നമുക്ക് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായി മെൽറ്റായി വരുമ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുത്ത് മിക്സ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് കണ്ടിന്യൂസ് സ്റ്റവിൻ്റെ മേലെ വെച്ച് നമ്മൾ എടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഗനാഷും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡച്ച് ക്രീം റെഡിയാക്കി എടുക്കണം. ഡച്ച് ക്രീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗനാഷിലേക്ക് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ഡച്ച് ക്രീം. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച 4 സ്പൂൺ ഗനാഷ് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി ഗനാഷിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാറ്റി വെച്ച 4 സ്പൂൺ ഗനാഷിൽ 1 സ്പൂൺ ഗനാഷ് നമ്മൾ സോക്ക് ചെയ്യണ ഷുഗർ സിറപ്പിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാക്കി 3 സ്പൂണും നമ്മൾ കേക്കിൽ ലെയർ ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കേക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ക്രീമിട്ട് മേലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ സൈഡും ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് 1 സ്പൂൺ ഓറഞ്ചിൻ്റെ ക്രഷ് ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ച ഗനാഷും 1 സ്പൂൺ സ്പ്രെഡ് ചെയ്ത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കി ലെയേഴ്സും ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റത്തെ ലെയറും വെച്ച് വെറ്റ് ചെയ്ത് ക്രഷ് ആഡ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീം വെച്ച് എല്ലായിടും ഒന്ന് കവർ ചെയ്തെടുക്കാം. ടോൾ കേക്ക് ആയ കാരണം തന്നെ അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ബെൻഡാവാതിരിക്കാനും കുറച്ച് സ്ട്രെങ്ത്ത് കിട്ടാനും വേണ്ടിയിട്ട് 2 സ്റ്റിക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചും കൂടി ക്രീം തേച്ച് ലെവൽ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ക്രീം കോട്ട് ചെയ്ത് വെച്ച് ടെൻഡർ കോക്കനട്ട് കേക്ക് എടുത്ത് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആക്കി എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഞാനിവിടെ നോർമൽ വിപ്പിംഗ് ക്രീമിൽ 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് കേക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കണം. താഴെ മേലെ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കണം. കേക്കിൻ്റെ ഹൈറ്റ് ഒറിഗാമി ഷീറ്റിനേലും കൂടി പോകരുത്. ഇനി ഒറിഗാമി ഷീറ്റിലേക്കുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ 400 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഒറിഗാമി ഷീറ്റ്. ഇതിന് 19 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തും ഉണ്ട്. ചോക്ലേറ്റ് ഞാൻ 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തു. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡ് കൂടി വെച്ച് എടുത്തപ്പോഴേക്കും നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ഞാനൊരു ടീൽ കളറാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഗ്രീനും ലീഫ് ഗ്രീനും എടുത്തിട്ടുണ്ട്, റോയൽ ബ്ലൂവും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സ്കൈ ബ്ലൂ കളറും എടുത്തിട്ടുണ്ട്. ഗ്രീനും ബ്ലൂവും സെയിം പ്രൊപ്പോർഷനിൽ എടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കളർ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഒരു ഡ്രോപ്പ് വെച്ച് രണ്ടും മാറി മാറി ഒഴിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന കളറ് കിട്ടണ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു 8 ഡ്രോപ്പോളം ഞാൻ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് കളറ്. ബ്ലൂവും ഗ്രീനും ഞാൻ 8 ഡ്രോപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് കളർ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. എന്നിട്ട് ഷീറ്റിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലായിടവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എല്ലാ എഡ്ജിലേക്കും പാലറ്റ് നൈഫ് വെച്ചോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഷീറ്റിൻ്റെ എല്ലാ എഡ്ജിലേക്കും ആ ചോക്ലേറ്റ് ഇറങ്ങിപ്പോക്കോളും. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെക്കണം. ക്രം കോട്ട് ചെയ്ത കേക്ക് പുറത്തെടുത്ത് ഫൈനൽ കോട്ട് ചെയ്യുക. ഇത് ഞാൻ കോഫി ബ്രൗൺ കളറാണ്, ലൈറ്റ് കോഫി ബ്രൗൺ കളറാണ് കൊടുത്തത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗണിലേക്ക് കുറച്ച് യെല്ലോ ആഡ് ചെയ്ത് അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കളറിൽ നമുക്ക് കിട്ടും. കേക്ക് എല്ലായിടും ഒന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം വെക്കണം. അപ്പോൾ നമ്മൾ കേക്ക് എടുത്ത് നമ്മൾ ഷീറ്റ് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അതേ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ചോക്ലേറ്റ് പറ്റി പിടിക്കുന്നില്ല, നന്നായിട്ട് ഡ്രൈയും ആയിട്ടില്ല. ഇനി നമുക്ക് കേക്കിലേക്ക് കുറച്ച് ഗനാഷ് ഒഴിച്ച് കൊടുക്കുകയാണ്. ബാക്കി വന്ന ചോക്ലേറ്റിൽ കുറച്ച് ക്രീം ആഡ് ചെയ്ത് ഞാൻ ഗനാഷ് ആക്കി. ഗനാഷ് ആഡ് ചെയ്താൽ നന്നായിട്ട് അത് സ്റ്റിക്കായി ഇരിക്കും. അപ്പോൾ ഇതുപോലെ എടുത്ത് നമുക്ക് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റിൽ ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ ജോയിൻ ചെയ്യണ പാർട്ട്, അല്ലെങ്കിൽ ഒരു നൂല് വെച്ചായാലും കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ഗനാഷ് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് എല്ലായിടും ഒന്ന് സ്പ്രെഡായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എഡ്ജസിൽ ആവാത്തടത്തൊക്കെ ഗനാഷ് പോയി നന്നായിട്ട് ഫിക്സ് ആയിക്കോളും. അപ്പോൾ എല്ലായിടും ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്കോ ഫ്രീസറിലേക്കോ വെക്കാം. മേലത്തെ ടയർ വീണ്ടും എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ഇതിൻ്റെ മേലെ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പേസ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് വല്ലാണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കും. വെച്ച് കൊടുക്കുന്ന ഫ്ലവേഴ്സ് അത്യാവശ്യം വലിപ്പമുള്ള കാരണം. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ക്രീമിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം, ഈവണാക്കി കൊടുക്കണം. അതുപോലെ ചെറിയ സ്പാച്ചുല വെച്ച് ഈവനാക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജിലിരിക്കണ ഒറിഗാമി കേക്ക് പുറത്തെടുത്ത് നോക്കാം. സൈഡൊന്ന് വെടിയിച്ച് കൊടുത്തപ്പോഴേക്കും തന്നെ ഷീറ്റ് ഫുള്ള് കേക്കിൽ നിന്ന് വിട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജോയിനിങ് പാർട്ടും കൂടി വെടിയിച്ചെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇത്രയും ഭാഗം മേലത്തെ ചോക്ലേറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് പതുക്കെ സൂക്ഷിച്ചെടുക്കണം. എല്ലായിടും ഇതുപോലെ പതുക്കെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ഗനാഷ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ശരിക്കും ലെവലായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ടയർ കഴിയുന്നതിന് മുമ്പേ നമുക്ക് സ്റ്റിക്ക് ഇറക്കി കൊടുക്കണം. 2-3 സ്റ്റിക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് മേലത്തെ ടയർ സ്പാച്ചില കൊണ്ട് എടുത്ത് താഴത്തെ ടയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് സ്പാച്ചില എടുത്ത് താഴത്തെ ടയറിൻ്റെ താഴെ ഇതുപോലെ ഒരു ജൂട്ടിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതൊന്ന് ചുറ്റി കൊടുക്കാം. അത് എല്ലാ സൈഡും ചുറ്റി കൊടുക്കാം. എന്നിട്ട് ക്രീമൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കണ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിയൽ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഉള്ളിൽ നിന്ന് കുറച്ച് ഭാഗം കേക്ക് കട്ട് ചെയ്തെടുത്ത കാരണം ഫ്ലവേഴ്സൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കണില്ല. ഇനി നമുക്ക് ഗ്രീൻ ലീഫും ബാക്കി ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിലും ഞാൻ 2-3 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലീഫ് കുറച്ച് വലിപ്പം തോന്നിക്കണം. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് ചെറിയ ലീഫ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പൂക്കളും ഇലകളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ.
ഗ്യാപ്പ് എവിടേക്കാണോ വന്നേക്കണേന്ന് നോക്കാം. അപ്പോൾ ആ ഗ്യാപ്പുകളിലൊക്കെ എന്തെങ്കിലും ചെറിയ ലീഫോ ചെറിയ ചെറിയ ഫ്ലവേഴ്സോ വെച്ച് കൊടുത്ത് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത പോലെ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. വെഡ്ഡിങ് കേക്കിൻ്റെ തീമായ കാരണമാണ് ഞാൻ പൂക്കളൊക്കെ വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഏത് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ മാറ്റിയെടുക്കാം. ഇനി ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ചെറിയ ഫ്ലവേഴ്സും ബഡ്സൊക്കെ വെച്ച് നമുക്ക് ആ കേക്ക് കാണാതെ ഫില്ല് ചെയ്തെടുക്കണം. ഡിസൈൻസും ഫ്ലവേഴ്സിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഈ സൈഡിൽ ഞാൻ കുറച്ച് ഷുഗർ ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർമൽ ഷുഗർ ബോൾസ് അല്ല ഇത് നമ്മൾ പഞ്ചസാരയുടെ പോലെ തന്നെ ഗോൾഡൻ കളറിൽ കിട്ടും. ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ്. അപ്പോൾ അതും സൈഡിൽ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്, ടോപ്പിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനിയും വേണമെങ്കിൽ കുറച്ച് ലീവ്സ് വെച്ച് കൊടുക്കാം. കുറച്ച് അവിടെ ഇവിടെയും എന്തോ ഒരു മിസ്സിങ് പോലെ. അപ്പോൾ ചെറിയ ചെറിയ ഇതുപോലത്തെ ഗ്രാസ് പോലത്തെ ലീഫും വെച്ച് കൊടുത്ത് നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇനിയും ഷുഗർ ക്രിസ്റ്റൽസ് എവിടെയൊക്കെയാണോ ഇല്ലാത്തത് അത് ഞാൻ ആ പൂക്കളുടെ എങ്ങനെയാണോ പൊസിഷൻ സൈഡിൽ അതുപോലെ അത്രയും ഞാൻ സൈഡിൽ കൂടെ ഞാൻ ഷുഗർ ക്രിസ്റ്റൽസും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു സൈഡിൽ മാത്രം. അപ്പോൾ ഗ്യാപ്പിൽ ഇല്ലാത്തടത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. താഴത്തെ ടയറിലായ ക്രിസ്റ്റൽസ് എടുത്ത് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് കേക്ക് ചെയ്തെടുക്കാം. ഈ കേക്കുകളിൽ യൂസ് ചെയ്ത 2 ടൈപ്പ് സ്പഞ്ചും അടുത്ത വീഡിയോ ആയിട്ട് ഷുഗർ ബിസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്